ഇന്ന് ശരിക്കും ഒരു ഭയങ്കര സംഭവം കണ്ടായിരുന്നു കേട്ടോ. ഞാനത് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പൊങ്കൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലാണ്. അപ്പം അതിൻ്റെയൊക്കെ സെലിബ്രേഷൻ മൂഡിലായിരുന്നു എല്ലാവരും. അപ്പം നമ്മളും രാവിലെ ഒരുങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുമായിരുന്നേ. ശരിക്കും സൂര്യനെല്ലിയിലാണ് കേട്ടോ ചേച്ചിയുടെ വീട്. അപ്പം ഇത് സൂര്യനെല്ലി ടൗണാണ്. ടൗൺ എത്തിയപ്പോൾ കുറച്ച് കരിമ്പ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്തു. കരിമ്പ് ശരിക്കും ഫേമസ് ആവുന്ന സമയം പൊങ്കലിൻ്റെ സമയത്താണ്. അപ്പം പൊങ്കലിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ ഒരു കെട്ട് കരിമ്പ് കയറ്റിയേ. ഈ കരിമ്പിൻ കെട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോറിക്ഷ തപ്പി നോക്കി കിട്ടിയില്ലായിരുന്നേ. പിന്നെ നമ്മുടെ വണ്ടി തന്നെ കയറ്റിയേ. അപ്പോൾ കൂടെ ബബ്ലൂനെയും കൂട്ടി കേട്ടോ. ശരിക്കും കരിമ്പ് കഴിക്കാൻ വേണ്ടി തന്നെ പോയതാണ്. ഈ സമയത്ത് മാത്രമേ നമുക്ക് കരിമ്പ് കിട്ടുള്ളൂ. അല്ലാത്ത സമയം നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കരിമ്പിൻ ജ്യൂസ് കിട്ടും. പക്ഷേ ഈ കടിച്ച് കഴിക്കുന്ന കരിമ്പ് ഈ സമയത്ത് മാത്രമേ കേട്ടോ കിട്ടുള്ളൂ. അങ്ങനെ ഞാനും കരിമ്പ് വെട്ടാൻ പഠിച്ചേ. ശരിക്കും അതൊരു ചെറിയ ചെറിയ പീസാക്കി വെട്ടിയെടുത്തേ. തൊട്ടടുത്ത വീട്ടിൽ മഹാലക്ഷ്മി ചേച്ചി അടിപൊളിയായിട്ട് കോലയിട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ അടിപൊളി കഴിവാട്ടോ. നല്ല രസമായിട്ടിട്ടിരുന്നു. ചേച്ചിയുടെ പിള്ളേരെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞ് കരിമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരാൻ പറഞ്ഞാണേ. അങ്ങനെ എല്ലാവരും വിളിച്ച് ചേച്ചിയുടെ വീടിന് തൊട്ടടുത്തുള്ള കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചിരുന്നില്ല, ഒരു വലിയ പാറ, അവിടെ ചെന്നിരുന്നു. കരിമ്പൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരുന്ന് കരിമ്പൊക്കെ കടിച്ചു. കൂടെ ലൂനയും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ സമയത്ത് ഒരു അന്തരീക്ഷം നല്ലൊരു തണുപ്പും ചൂടും കലർന്നായിരുന്നേ. സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒത്തിരി ചൂടുമില്ല ഒത്തിരി തണുപ്പും ഇല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കരിമ്പ് കടിച്ചത് കഴിച്ചു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇന്നൊരു സംഭവം കണ്ടെന്ന്. അതിപ്പോഴാട്ടോ. ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ ചിന്നക്കനാലിൽ എയർ ബലൂൺ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇടയ്ക്ക് നിർത്തിയായിരുന്നു മഴ കാരണം. പിന്നെ ഇപ്പോൾ തിരിച്ച് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇതിന് ചുറ്റും 4 ചരടൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. നല്ല സേഫും കൂടിയാണ്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ എനിക്ക് ആദ്യം പേടിയായിരുന്നു. പിന്നെ അത് കണ്ടപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും ഇതിന് ചാർജ് ചെയ്യുന്നത് പെർ പേഴ്സണ് 1500 രൂപ വെച്ചിട്ടാണ്. വൺസ് ഒരു ട്രിപ്പിൽ 4 പേർക്കേ കയറാൻ പറ്റുള്ളൂ. കൂടാതെ ഇത് പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരാളും കൂടെ നമ്മുടെ കൂടെ വരുവേ. രാവിലെ 7 മണി മുതൽ തന്നെ ഉണ്ട് ഇത്. പക്ഷേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കാറ്റ് കാരണം അവർ ഒത്തിരി ഹൈറ്റിലേക്ക് പറപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ രാവിലെയും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ ഇച്ചിരിയോടെ നല്ല ഹൈറ്റിൽ പോകാം. അപ്പോൾ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ മറക്കാതെ കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.